ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന +1 +2 കുട്ടികളുടെ ഡ്രോപ്പിംഗ് പോർഷൻസിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കൊമേഴ്സ് കുട്ടികളുടെ പോർഷൻസാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. +1 +2 കൊമേഴ്സ് കുട്ടികളെല്ലാവരും ഈ ഒരു മാർച്ച് എക്സാം 2024 നിങ്ങളുടെ ചാപ്റ്ററുകളിൽ നിന്നും ഓരോ സബ്ജക്റ്റുകളിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട എന്നുള്ള പോർഷൻസാണ്. അതായത് നിങ്ങൾ ഒരിക്കലും അത് നോക്കണ്ട, സ്കിപ്പിംഗ് പോർഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമുക്കിനി എന്തായാലും മോഡൽ എക്സാമും ഫൈനൽ എക്സാമൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് മിസ്സിനറിയാം. സോ അതുകൊണ്ട് തന്നെ കുറേ പോർഷൻസ് അനാവശ്യമായിട്ട് പഠിച്ചു കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഏതൊക്കെയാണ് ആ പോർഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് +1 സ്റ്റുഡൻസിൻ്റെയാണ്. അപ്പോൾ +1 സ്റ്റുഡൻസിൻ്റെ പോർഷനാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ +1 കൊമേഴ്സ് കുട്ടികളുടെ നോക്കുന്നുള്ളൂ, എല്ലാ സബ്ജക്റ്റുകളുടെയും ഉണ്ട് കേട്ടോ. ഇപ്പോൾ സയൻസ് ബാച്ചുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ഒക്കെ എല്ലാവർക്കും പോർഷൻസ് അത്യാവശ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ +1 സ്റ്റുഡൻസിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ പഠിക്കേണ്ടാത്ത ടോപ്പിക്കുകളാണ് +1 കുട്ടികളോടാണ് പറയാനുള്ളത്. ആദ്യം +1 ആണ് നമ്മൾ നോക്കുന്നത്. സോ +1 കുട്ടികൾ പഠിക്കേണ്ടാത്ത ടോപ്പിക്കുകൾ ഒന്ന് ചാപ്റ്റർ 3 പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസിൽ ജോയിൻറ്റ് വെഞ്ചർ എന്ന പോർഷൻ ടോപ്പിക്ക് പഠിക്കേണ്ട. ചാപ്റ്റർ 4 ബിസിനസ് സർവീസിൽ വെയർ ഹൗസിങ്ങും ഫംഗ്ഷൻസും പഠിക്കേണ്ട. ദെൻ ചാപ്റ്റർ 5 ഔട്ട്സോഴ്സിങ് ആൻഡ് കൺസെപ്റ്റും നീഡും സ്കോപ്പും ഒന്നും പഠിക്കേണ്ട. ചാപ്റ്റർ 8 ബിസിനസ് ഫൈനാൻസിൽ ADR GDR ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ചാപ്റ്റർ 11 ഒരുപാട് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. എത്ര പേജസ് ആണ് നോക്കിയേ, 292 മുതൽ 307 വരെ. അതായത് കോംപ്ലക്സിറ്റി ഇൻവോൾവ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ്, ഫോറിൻ ട്രേഡിൻ്റെ പ്രൊമോഷൻ, ഓർഗനൈസേഷൻ സപ്പോർട്ട് ആൻഡ് ഇൻസെൻറ്റീവ്സ് എല്ലാം, ഇമ്പോർട്ടൻസും എക്സ്പോർട്ട് പ്രോസസിങ് സോണും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അക്കൗണ്ടൻസി ആണ്. അക്കൗണ്ടൻസിയിൽ ചാപ്റ്റർ 2 തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ IFRS പോർഷൻസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് വെക്കുക, പെൻസിലോണ്ടോ അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പാഠം കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ദെൻ നമ്മൾ ചാപ്റ്റർ 11 ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ഡ്രോപ്പിംഗ് പോർഷനാണ്. ചാപ്റ്റർ 12 13 കംപ്ലീറ്റ്ലി ഡ്രോപ്പിംഗ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ ഇയറിലും ഈ ടോപ്പിക്കുകളൊക്കെ തന്നെയായിരുന്നു നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദെൻ അപ്പോൾ ബിസിനസ്സും അക്കൗണ്ടൻസിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. +1 സ്റ്റുഡൻസിനോടാണ് പറയുന്നത്. ദെൻ നമുക്കിനി അടുത്ത സബ്ജക്റ്റുകളിലേക്ക് പോയി നോക്കി നോക്കാം ഏതൊക്കെയാണെന്ന്. എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ളി ഡ്രോപ്പ്ഡ് ആണ്. അതായത് ഇന്ത്യൻ ഇക്കോണമി ഇൻ ദ ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിലെ ഹ്യൂമൻ ക്യാപിറ്റൽ, എക്കണോമിക് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റും ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്, എഡ്യൂക്കേഷണൽ സെക്ടർ, ഫ്യൂച്ചർ പ്രോസ്പെക്ടസ്, കൺക്ലൂഷൻ. അപ്പോൾ അതിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ സോഴ്സസ് മാത്രം പഠിച്ചാൽ മതി. അതായത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അത് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ പിന്നെ നിങ്ങൾ ആ പാഠം തന്നെ നോക്കണ്ട. ദെൻ 8ാം പാഠം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക് പോർഷനിൽ, അതായത് നമ്മുടെ എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക് പോർഷനിൽ 6ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ആണ്. കോറിലേഷനിൽ കാൾ പിയേഴ്സിൻ്റെയും പഠിക്കേണ്ട, സ്പിയർമാൻ. അപ്പോൾ അതിലെ പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കേണ്ട. തുടക്കത്തിലുള്ള കോറിലേഷൻ എന്താണ്, അതിൻ്റെ ടൈപ്പ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം, അത് മാത്രം നിങ്ങൾ അതിൽ പഠിച്ചാൽ മതിയാവും കേട്ടോ. അത്രയും മതി. ദെൻ നമ്മൾ സെക്കൻഡ് പാർട്ട്, അതായത് +2 കുട്ടികളുടെയാണ് നോക്കാൻ പോകുന്നത്. +2 നമ്മൾ ഇതുപോലെ കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +2 എല്ലാത്തിനും പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് മാർക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. എല്ലാ കുട്ടികളുടെയും എല്ലാ സബ്ജക്റ്റുകളും നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് കാണാനായിട്ടുണ്ട്. ദെൻ നമ്മൾ +2 കൊമേഴ്സ് കുട്ടികൾക്ക് ഇനിയുള്ളത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് നമ്മുടേതായ സബ്ജക്റ്റുകൾ ബിസിനസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ് ഒക്കെ ആണ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് നോക്കാം. ബിസിനസ് എൻവയോൺമെൻറ്റിലെ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ച്, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി വിത്ത് സ്പെഷ്യൽ റെഫറൻസ്. അപ്പോൾ നിങ്ങൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അതൊന്നും പഠിക്കേണ്ട. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് മാത്രം മതി. അതിൻ്റെ ഇമ്പോർട്ടൻസ് വേറെ അതിൽ നിന്ന് നിങ്ങൾ ആ പാഠം തന്നെ തുടണ്ട. കാരണം 87 to 92 വരെ നമുക്ക് സ്കിപ്പിംഗ് ആണ്. ദെൻ ഡയറക്റ്റിംഗ് എന്നുള്ള ഭാഗത്തിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ അതും പഠിക്കേണ്ട. കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ്, ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം ഈ പോർഷനൊക്കെ തന്നെയായിരുന്നു ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ ചാപ്റ്റർ 10 ഫിനാൻഷ്യൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ആണ്. അതായത് നല്ല വലിയ ചാപ്റ്റർ ആണ്, അത് തന്നെ കംപ്ലീറ്റ് അവോയ്ഡ് ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് സുഖമാണ്. കാരണം
നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അത്രയും നേരം അത്ര വലിയ പാടായിരുന്നു അത്. ദെൻ അക്കൗണ്ടൻസി എടുക്കുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ പാഠത്തിൽ അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫുള്ളി അവോയ്ഡബിൾ ആണ്. ബാക്കി 4 പാഠവും നമുക്ക് പഠിക്കണം കേട്ടോ. ആ 4 പാഠം തന്നെ മതി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ അതാണ് അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്തിരിക്കുന്ന പോർഷൻ. ദെൻ പിന്നീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എക്കണോമിക്സിലത്തെ പോർഷനാണ്. ഹിസ്റ്ററിക്കാർക്ക് കുറേ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സിലെ നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഫുൾ ചാപ്റ്റർ കംപ്ലീറ്റ്ലി അവോയ്ഡ്. മൈക്രോ എക്കണോമിക്സിലെ ഫുൾ ചാപ്റ്റർ 6ാമത്തെ പാഠം പഠിക്കേണ്ട കേട്ടോ. ദെൻ മാക്രോ എക്കണോമിക്സിലെ ഓപ്പൺ ഇക്കോണമി, മാക്രോ എക്കണോമിക്സ് നമ്മൾ 6th ചാപ്റ്ററിലെ ഒരു ബോക്സ് 6.2 ദെൻ മാനേജ്മെൻറ്റ് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാക്രോയിലെ 6th ചാപ്റ്റർ, രണ്ടിലും 6th ചാപ്റ്റർ തന്നെയാണ്. അതിൽ മൈക്രോയിലെ കംപ്ലീറ്റ് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്, മാക്രോയിലെ കുറച്ച് പോർഷനെ. അപ്പോൾ അതിൽ നിങ്ങൾ മെയിൻ ഭാഗങ്ങൾ മാത്രം അതിൽ നിന്ന് പഠിച്ചാൽ മതിയാവും. സോ ഇത്രയാണ് നമുക്ക് സ്കിപ്പിംഗ് പോർഷനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്കിപ്പിംഗ് പോർഷനൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലാംഗ്വേജസ് അങ്ങനെ നമുക്ക് സ്കിപ്പ് ചെയ്യാറില്ല. സോ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ടൈം ഇനി വേസ്റ്റ് ചെയ്യണ്ട. സോ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറേ നല്ല പോർഷൻസൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മെയിനായിട്ട് ഇനി അപ്ലോഡ് ചെയ്യാൻ പോവുക നമ്മുടെ മേജർ എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്കുകളായിരിക്കും. മോഡൽ എക്സാം വരുന്നുണ്ട്, ദെൻ ഫൈനൽ എക്സാം വരുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, കൊമേഴ്സുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മളിനി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു.